ഹലോ കൂട്ടുകാരെ, സാത്വിക് കാറ്റേഴ്സിൻ്റെ 4ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് മസാല ദോശക്കുള്ള മസാല ഇല്ലേ ഉള്ളിൽ വെക്കണം, അതും പിന്നെ ഞാൻ ചെറിയ ഒരു സൂത്രം പറഞ്ഞുതരാം. മസാല ദോശ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണ്. അപ്പോൾ 1 കിലോ ഉരുളക്കിഴങ്ങ് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് നമുക്ക് പീസാക്കി പുഴുങ്ങാൻ പറ്റും. അപ്പോൾ ഇത് പുഴുങ്ങിക്കഴിഞ്ഞു. നമുക്ക് ഇനിയുള്ള ചേരുവകൾ പറഞ്ഞുതരാം. അതിനു മുമ്പ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ബട്ടൺ അമർത്തണം. എന്നിട്ട് ഈ മെനു ട്രൈ ചെയ്തിട്ട് എനിക്ക് കമൻറ്റ് ഇടുകയും വേണം. അപ്പോൾ ചേരുവകൾ ഇത് പ്രകാരം: കടുക് 1 ടേബിൾ സ്പൂൺ, ഉഴുന്ന് 1 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 1 ടേബിൾ സ്പൂൺ, ഇഞ്ചി 1 ടേബിൾ സ്പൂൺ, പച്ചമുളക് 2 എണ്ണം അരിഞ്ഞത്, 1 സവാള ചെറുത്, മല്ലിയില, പിന്നെ 2-3 അല്ലി നമ്മുടെ വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അപ്പോൾ പാൻ വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ആദ്യം കടുകിടാം, അതിലേക്ക് ഉഴുന്നിടാം, ഇനി അതിലേക്ക് കടലപ്പരിപ്പ് ഇടാം. എന്നിട്ട് നമുക്കിതൊന്ന് ചുമക്കണം കേട്ടോ. പെട്ടെന്നാകണ കറിയാണ്, ഒന്ന് ചുമക്കണം കേട്ടോ, അല്ലെങ്കിൽ ആ പച്ചച്ചൊവ ഉണ്ടാവും. അതിലേക്ക് നമുക്ക് വേപ്പില ഇടാം. എന്നിട്ട് ചെറിയൊരു സവാള കുറച്ച് മതി കേട്ടോ പേരിന്. ആ സവാള അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് ഇഞ്ചി 2 ടേബിൾ സ്പൂൺ, 2-3 അല്ലി വെളുത്തുള്ളി ഞാൻ പറഞ്ഞത്, പിന്നെ 2 പച്ചമുളകും കൂടി ആ എണ്ണയിൽ കൂടി ചേർത്ത് കൊടുക്കാം. അതൊന്ന് വാടി വരുമ്പോൾ ഈ ഉരുളക്കിഴങ്ങും ആ വെള്ളവും കൂടി, കുറച്ച് വെള്ളം ഉണ്ടാവുള്ളൂ അതിൽ, അതങ്ങോട്ട് ഒഴിച്ചോ. അതിന് ഉപ്പൊക്കെ ഉണ്ടാവും, അതിന് നല്ല ടേസ്റ്റ് ആകും. വെള്ളം കളയണതാണ് നമ്മുടെ പ്രശ്നം. ഇങ്ങനെ മസാല ഉണ്ടാകുമ്പോൾ വെള്ളം കളയരുത്. അപ്പോൾ ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. എന്നിട്ട് ഇത് പതുക്കെ ഉടച്ചു കൊടുക്കാം മിക്സ് ചെയ്തിട്ട്. അപ്പോൾ എല്ലാവരും പിന്നെയും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കുറച്ച് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പ് നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയപ്പോൾ ചേർത്തതാണ്, എന്നാലും ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്, പിന്നെ കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിങ്ങനെ ഉടച്ചെടുക്കാം. ഇതേ കറിയായി. ഇത്രയുള്ള പണി, പെട്ടെന്ന് കറിയായി. ഇനി നന്നായിട്ട് ഉടച്ച് കറി നമുക്ക് മാറ്റി വെക്കാം. അപ്പോൾ കറി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് മല്ലിയില ഇട്ട് ഒന്നെങ്കിലും ഇളക്കി കൊടുത്ത് സെറ്റാണ് കറി. നമുക്കിതിൽ വേണമെങ്കിൽ ആ ഉരുളക്കിഴങ്ങി ഇറക്കുമ്പോൾ കുറച്ച് ക്യാരറ്റ് ചേർക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ആ മധുരിപ്പ് ചെറുതായിട്ട് വരും. അപ്പോൾ പിള്ളേർക്ക് അത് ഇഷ്ടമല്ല, അത് കാരണം ഞാൻ ചേർക്കാത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം ഉരുളക്കിഴങ്ങ് മുഴുകുമ്പോൾ. അതിൻ്റെ കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടോ മതി പീസായിട്ട്. അപ്പം നമ്മുടെ കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഇത് ചാനൽ നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ കറി റെഡി. ഇനി നമ്മൾ ദോശക്കല്ല് നന്നായിട്ട് വെള്ളമൊഴിച്ച്, അപ്പം ഞാൻ ഇത് പറയാൻ പോയത് 2 ഗ്ലാസ് ദോശമാവ്, നമ്മൾ വീട്ടിൽ അരക്കണ ദോശമാവ് നിങ്ങളുടെ അളവിൽ അരച്ചാൽ മതി. അതിലേക്ക് 2 ഗ്ലാസ് ദോശമാവ് ഉണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ റവ, 2 ടേബിൾ സ്പൂൺ റവ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ ദോശമാവിലേക്ക് തന്നെ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നിങ്ങളുടെ പാനിൽ ദോശക്കല്ലും വെച്ച് അങ്ങോട്ട് പരത്തി ഇതുപോലെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ പൊടി മസാല ഇല്ലേ നമ്മുടെ ദോശയുടെ, അപ്പോൾ പൊടി മസാല ദോശ ഉണ്ട്. പിള്ളേർ പറഞ്ഞ് പൊടി മസാല ദോശ എന്ന് പറഞ്ഞ് മതി എന്ന് പറഞ്ഞപ്പോൾ പൊടി മസാല ദോശ ഉണ്ടാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പൊടി മസാല ദോശയുടെ കൂടുതൽ പൊടിയാണ് ഇഷ്ടമല്ല, അത് കാരണമാണ് ഈ തരിയരിപ്പ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് സെറ്റ് ചെയ്ത് നല്ല ക്രിസ്പി ദോശയാകും. നോക്കിയോട്ടാ. ആ മസാല ദോശയുടെ മസാല ഉള്ളിൽ വെച്ച് കൊടുത്ത് സൈഡ് ആദ്യം ഇടിക്കാം. നോക്കിക്കോട്ടെ, നല്ല ക്രിസ്പി ദോശ കിട്ടുന്നു. ക്രിസ്പിനെസ് അതിൻ്റെ പൊന്തി തന്നെ ഇത്രേ ഉള്ളു. മസാല ദോശ, പൊടി മസാല ദോശ റെഡി. നമ്മൾ ഹോട്ടലിൽ പോയി കഴിക്കണമെങ്കിൽ എത്ര രൂപ കൊടുക്കണം? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ കൂട്ടുകാരെ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. അപാര ടേസ്റ്റാണ്, വെറുതെ പറയണല്ല, കാര്യത്തിൽ ഉണ്ടാക്കി നോക്ക്. എന്നിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ഡീറ്റെയിൽസ് അയച്ചു തരാം എങ്ങനെയാണെന്ന്. അപ്പോൾ ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. പിന്നെ ഞങ്ങളുടെ പുതിയ സംരംഭമാണ്, കാറ്ററിംഗ് ആണ്.
അപ്പോൾ ഞാൻ വീട്ടിൽ എനിക്കറിയാവുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ സാത്വിക് കാറ്റേഴ്സിൻ്റെ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി.